ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എജോ ടോക്സ്. ബിയോണ്ട് ഫിയറിലെ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന ആദ്യ ചാപ്റ്റർ റിലേറ്റഡ് വീഡിയോ പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എല്ലാവരും ക്ലാസ് കയറി കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിലെ രണ്ടാമത്തെ പാഠഭാഗമായ എവ്രിഡേ ഹീറോസ് എന്ന പോമാണ് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ പോം എവ്രിഡേ ഹീറോസ്. എവ്രിഡേ ഹീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നും അവരെന്താണ്? ഹീറോസ് ആണ് അല്ലേ? യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദ കോൾ. അതായത് അവരെ നിങ്ങൾ എന്നും എന്തിൽ കാണുന്നുണ്ട്? യൂണിഫോമിൽ കാണുന്നുണ്ട്. ചിലപ്പം ഒരുപക്ഷെ അവരെ തീരെ കാണുന്നുമില്ല. ബട്ട് നോ ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദ കോൾ. പക്ഷേ നമ്മളൊരു ഹെൽപ്പിനായിട്ടുള്ള ഒരു കോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് മുന്നിൽ എത്തിച്ചേരും. നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്ട് ആൻഡ് സെർവ്, എ സിംബൽ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. അപ്പം നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, അവരെ ഗട്ട്സ് ആയിട്ട് അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രകീർത്തിപ്പെടുത്തുക. ഗ്ലോറി എന്ന് പറഞ്ഞാൽ കീർത്തി, അവരെ തന്നെ എങ്ങനെ പൊക്കി പറയാം, അങ്ങനത്തെ ഒരു സംസാരവും എന്തില്ല അവരുടെ ഇടയിലില്ല. മോർ ലൈക്ക് പ്രൊട്ടക്ട് ആൻഡ് സെർവ്, അവരെന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേ ആർ എ സിംബൽ ഓഫ് ഡിവോഷൻ. ദേ ആർ ദ സിംബൽ ഓഫ് ഡിവോഷൻ എന്നാണ് പറയുന്നത്. അവരെന്തിൻ്റെ പ്രതീകമാണ്? എന്തിൻ്റെ ചിഹ്നമാണ്? അവര് ആത്മസമർപ്പണം, ഡിവോഷൻ, ആത്മസമർപ്പണമാണ് അവരുടെ പ്രതീകം എന്ന് പറയുന്നത്. ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്, ആൻഡ് അവർ അർഹിക്കുന്ന റെസ്പെക്റ്റ് ആണ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. These are everyday heroes, these men and women in hue, and don't forget the working dogs, they are heroes too. ഇവരെന്താണ്? എന്നത്തെയും ഹീറോസ് ആണ് അല്ലേ? ദിസ് മെൻ ആൻഡ് വുമൺ ഇൻ ഹ്യൂ. ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു യൂണിഫോമിന്റെ നിറത്തെയാണ്, കളർ ഓഫ് ദി യൂണിഫോം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. അപ്പം ആരെ മറന്നു പോകരുത്? വർക്കിംഗ് ഡോഗ്സിനെ മറന്നു പോകരുത്. അവരും എന്ത് തന്നെയാണ്? ഹീറോസ് ആണ് എന്നാണ് പറയുന്നത്. നോ ദാറ്റ് ഇഫ് യു നീഡ് ദം എ ഹീറോ വിൽ ബി നിയർ ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് അവേ ദ ഫിയർ. അപ്പം നിങ്ങൾക്ക് ആവശ്യം അവരെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ദാറ്റ് ഇഫ് യു നീഡ് ദം, അവരെ അറിയിക്കുക. എ ഹീറോ വിൽ ബി നിയർ, നിങ്ങളുടെ അടുത്ത് അവരെത്തിച്ചേരും. നിങ്ങളുടെ മുന്നിൽ ഒരു ഹീറോ ഉണ്ടായിരിക്കും. ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് അവേ ദ ഫിയർ. എന്തിനാണ്? നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ ഡാർക്കസ്റ്റ് ടൈംസിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കാനും. നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ, നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തൊരു പേടി വരും അല്ലേ? അപ്പം ഇവർ വന്ന് നമ്മളെ ഫിയർ ടേക്ക് അവേ ചെയ്യും എന്നാണ് പറയുന്നത്. അതെടുത്ത് അവരെന്ത് ചെയ്യും? അവർ വരുന്നതോടുകൂടി നമ്മളുടെ ഭയം ഇല്ലാണ്ടാകും അല്ലേ? യെസ്. സോ ദിസ് ഇസ് എ സിമ്പിൾ പോം റിട്ടൺ ബൈ റോബർട്ട് ലോങ്ലി. ഓക്കെ. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു എവ്രിഡേ ഹീറോസ് എന്ന പോം റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വൈ ഡസ് ദ പോയറ്റ് സേ മേ ബി നോട്ട് അറ്റ് ഓൾ അബൌട്ട് സീയിങ് ദ ഹീറോസ്? അപ്പം ഹീറോസിനെ കാണുന്നതിനെ കുറിച്ചിട്ട് കവി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മേ ബി നോട്ട് അറ്റ് ഓൾ. ഓക്കെ. പോം നോക്കൂ. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ. നിങ്ങൾക്ക് ചില സമയത്ത് അവരെ എന്തിൽ കാണാം? യൂണിഫോമിൽ കാണാം. ഒരു പക്ഷെ തീരെ കാണില്ല അല്ലേ? വൈ ഡസ് ദ പോയറ്റ് സേ സോ? അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഓക്കെ. ഓപ്ഷൻ എ, ദേ ആർ ഇൻവിസിബിൾ. അതായത് അവർ അദൃശ്യമാണ്, അതാണ് കാണാത്തത്. ഓപ്ഷൻ ബി, ദേ ഡു നോട്ട് വിയർ യൂണിഫോം. അവർ യൂണിഫോം ധരിക്കില്ല. ഓപ്ഷൻ സി, ദേ വർക്ക് സൈലന്റ്ലി വിത്തൗട്ട് ഷോയിങ് ഓഫ്. അവർ ജാടയൊന്നും കാണിക്കാതെ എന്ത് ചെയ്യാണ്? സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. പുറത്ത് ആൾക്കാരെല്ലാവരും അറിയിച്ച് ചെയ്യുന്നതല്ല, മറിച്ച് ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ അവർ സൈലന്റ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻ ഡി, ദേ ലീവ് ഫാർ അവേ. അവർ ദൂരെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പം വൈ ഡസ് ദ പോയറ്റ് സേ മേ ബി നോട്ട് അറ്റ് ഓൾ അബൌട്ട് സീയിങ് ദ ഹീറോസ്? ആൻസർ എന്താണ് വരിക? ദേ വർക്ക് സൈലന്റ്ലി വിത്തൗട്ട് ഷോയിങ് ഓഫ്
അല്ലേ? നമ്മൾ നിത്യേന അവരെ കണ്ടിട്ടില്ലെങ്കിലും അവരവരുടെ വർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ദ പോയിറ്റ് അവോയ്ഡ്സ് ടോക്കിംഗ് അബൌട്ട് ഗട്ട്സ് ആൻഡ് ഗ്ലോറി ബിക്കോസ് ഹീറോസ് പോയിറ്റ് അവോയ്ഡ്സ് ടോക്കിംഗ് അബൌട്ട് ഗട്ട്സ് ആൻഡ് ഗ്ലോറി അല്ലേ? പോയിറ്റ് അവരെ കുറിച്ച് സംസാരിക്കുമ്പം അവരെന്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു? ഗഡ്സ് ആൻഡ് ഗ്ലോറി. ഗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗഡ്സ് അഹങ്കാരാണ് അല്ലേ? ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? കീർത്തിയാണ് അല്ലേ? ബിക്കോസ് ഹീറോസ്, അവരതിനെ കുറിച്ച് സംസാരിക്കുന്ന കാരണം ഹീറോസ് എന്താണ്? ഹീറോസിന് എന്താ വേണ്ടത്? ഓപ്ഷൻ എ വാണ്ട് ഫെയിം, അതായത് അവർക്ക് പ്രശസ്തി വേണം, വാണ്ട് ഫെയിം. ഓപ്ഷൻ ബി ലൈക്ക് ഡേഞ്ചർ, അവർക്ക് അപകടം ഇഷ്ടമാണ്. ഓപ്ഷൻ സി ഡു ദെയർ ഡ്യൂട്ടി ക്വൈറ്റ്ലി, അവരുടെ ഡ്യൂട്ടി അവർ ക്വൈറ്റായിട്ട് ചെയ്യും. ഓപ്ഷൻ ഡി ആർ അഫ്രൈഡ്, അവർക്ക് എന്താണ്? പേടിയാണ്, അതുകൊണ്ടാണ് അവരുടെ ഗട്ട്സ് ആൻഡ് ഗ്ലോറി സംസാരിക്കാത്തത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആൻസർ? എന്താ വരിക? യെസ്, ഓപ്ഷൻ സി ഡു ദെയർ ഡ്യൂട്ടി ക്വൈറ്റ്ലി അല്ലേ? ദ പോയിറ്റ് അവോയ്ഡ്സ് ടോക്കിംഗ് അബൌട്ട് ഗട്ട്സ് ആൻഡ് ഗ്ലോറി ബിക്കോസ് ഹീറോസ് ഡു ദെയർ ഡ്യൂട്ടി ക്വൈറ്റ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഐഡിയ ഇസ് റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദ പോം? അപ്പം ഈ ഒരു പോയത്തിൽ എന്ത് ഐഡിയ ആണ് കംപ്ലീറ്റ് ഈ പോയത്തിൽ പറയുന്നത്? എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ എ ഫിയർ ഓഫ് ഡേഞ്ചർ. ഓപ്ഷൻ ബി റെസ്പെക്ട് ഫോർ എവറിഡേ ഹെൽപ്പേഴ്സ്. ഓപ്ഷൻ സി പവർ ഓഫ് യൂണിഫോംസ്. ഓപ്ഷൻ ഡി ഇമ്പോർട്ടൻസ് ഓഫ് ആനിമൽസ്. ഓപ്ഷൻ എ ഫിയർ ഓഫ് ഡേഞ്ചർ, അപകടത്തെ പേടി. ഓപ്ഷൻ ബി റെസ്പെക്ട് ഫോർ എവറിഡേ ഹെൽപ്പേഴ്സ്, എവറിഡേ നിത്യേന ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ബഹുമാനിക്കുക. പവർ ഓഫ് യൂണിഫോംസിൻ്റെ പവർ. ഓപ്ഷൻ ഡി ഇമ്പോർട്ടൻസ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളുടെ പ്രാധാന്യം. ഇതിൽ ഏത് ഐഡിയ ആണ് റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദ പോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഏതാണ്? റെസ്പെക്ട് ഫോർ എവറിഡേ ഹെൽപ്പേഴ്സ് അല്ലെ? എവറിഡേ ഹെൽപ്പേഴ്സിൽ പെടുന്ന കുറേ ആളുകളുണ്ട് അല്ലേ? ഡോക്ടേഴ്സ്, നേഴ്സ്, പോലീസ്മാൻ, ഇതൊക്കെ സോൾജേഴ്സ്, ഇവരൊക്കെ എവറിഡേ ഹീറോസ് ആണ്. അപ്പോൾ അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു പോം നമുക്ക്. ഈവൻ ദോ പോലീസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അവരെയൊക്കെ നമ്മൾ ഇതിലൂടെ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. A symbol of devotion means the heroes show option A anger, option B money, option C duty and commitment, option D weakness. Okay, a symbol of devotion, അതായത് അവരെന്തിൻ്റെ പ്രതീകമാണ്? അവരെ തന്നെ അതിലേക്ക് സമർപ്പിച്ചിട്ട് ഇരിക്കുകയാണ് അല്ലേ? അതിൻ്റെ പ്രതീകമാണ് ഓരോ എവറിഡേ ഹീറോസും. മീൻസ് ദ ഹീറോ ഷോ, എന്താണ് ഇതുകൊണ്ട് ഹീറോസ് എന്താ കാണിക്കുന്നത്? ഓപ്ഷൻ എ ആങ്കർ, ദേഷ്യം. ഓപ്ഷൻ ബി മണി, പൈസ. ഓപ്ഷൻ സി ഡ്യൂട്ടി ആൻഡ് കമ്മിറ്റ്മെന്റ്. ഡ്യൂട്ടി ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കടമ. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പണം. ഓപ്ഷൻ ഡി വീക്ക്നെസ്, അവരുടെ ദുർബലത. ഇതിലേതാണ് സിമ്പിൾ ഓഫ് ഡിവോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹീറോസ് ഷോ ഡ്യൂട്ടി. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഡ്യൂട്ടി ആൻഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. വൈ ആർ വർക്കിംഗ് ഡോഗ്സ് കോൾഡ് ഹീറോസ്? വൈ ആർ വർക്കിംഗ് ഡോഗ്സ് കോൾഡ് ഹീറോസ്? എന്തുകൊണ്ടാണ് വർക്കിംഗ് ഡോഗ്സ് ഹീറോസ് ആണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ദേ ആർ പെറ്റ്സ്, അവർ വളർത്തു മൃഗങ്ങളായതുകൊണ്ടാണ്. ദേ വിയർ യൂണിഫോംസ്, അവർ യൂണിഫോം ധരിക്കുന്നത് കൊണ്ടാണ്. ഓപ്ഷൻ സി ദേ ഹെൽപ്പ് ഹ്യൂമൻസ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, അവർ ആൾക്കാരെന്ത് ചെയ്യും? അവരുടെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ സഹായിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ദേ ആർ ഫ്രണ്ട്ലി, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് അവരെ ഹീറോസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആൻസർ ഇസ് ഓപ്ഷൻ സി ദേ ഹെൽപ്പ് ഹ്യൂമൻസ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ലൈൻ ടേക്ക് അവേ ദ ഫിയർ സജസ്റ്റ് ദാറ്റ്. അപ്പം നമ്മളെ ഈ ഒരു ലൈൻ ഉണ്ട് അല്ലേ? എന്താണ് ലൈന്? ടേക്ക് അവേ ദ ഫിയർ. നോ ദാറ്റ് ഇഫ് യു നീഡ് ദം എ ഹീറോ വിൽ ബി നിയർ ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് അവേ ദ ഫിയർ.
ടേക്ക് അവേ ദ ഫിയർ എന്ന വരി കൊണ്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഹീറോസ്. ഓപ്ഷൻ എ ഷൗട്ട് ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കും. ഓപ്ഷൻ ബി ബ്രിങ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി, നമ്മളെ കംഫർട്ട് ചെയ്യും, നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ സേഫ് ആക്കും, സംരക്ഷിക്കും എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി റൺ ഫാസ്റ്റ്, വേഗത്തിൽ ഓടും. ഓപ്ഷൻ ഡി സ്കെയർ പീപ്പിൾ, ആളുകളെ പേടിപ്പിക്കും. ഇതിലേതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ബ്രിങ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി. ക്വസ്റ്റ്യൻ നമ്പർ 7. ചൂസ് ദ കറക്റ്റ് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വേർബ് ഗെറ്റ്. അപ്പം ഗെറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഗെറ്റഡ്, ഓപ്ഷൻ ബി ഗോട്ട്, ഓപ്ഷൻ സി ഗെറ്റിംഗ്, ഓപ്ഷൻ ഡി ഗെറ്റ്സ്. അല്ലേ? അപ്പം ഇത് V1 ഫോമാണ്. അപ്പോൾ V2 ഫോം ഇതിൽ ഏതാണ്? V2 ഫോം ഏതാണ്? V2 ഓപ്ഷൻ ബി ആണ്, ഗോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ നിങ്ങളടുത്ത് കറക്റ്റ് സെൻറ്റൻസ് ഏതാണോ അത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഹീറോസ് പ്രൊട്ടക്ട്സ് പീപ്പിൾ, ബി ഹീറോസ് പ്രൊട്ടക്റ്റ് പീപ്പിൾ, ഓപ്ഷൻ സി ഹീറോ പ്രൊട്ടക്റ്റ് പീപ്പിൾ, ഓപ്ഷൻ ഡി ഹീറോസ് പ്രൊട്ടക്റ്റഡ് പീപ്പിൾ നൗ. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് സെൻറ്റൻസ്? സോ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ നമ്മൾ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതുമ്പം അതിന് ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ എഴുതേണ്ടത് സബ്ജക്റ്റ് ആണ്, ദെൻ വേർബ് ഉണ്ടായിരിക്കണം, ദെൻ ഒബ്ജക്റ്റ്. ഈ ഒരു രീതിയിലാണ് എപ്പോഴും നമ്മൾ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഒക്കെ നമുക്ക് കാണാം അല്ലേ? ഓപ്ഷൻ എ ഹീറോസ് പ്രൊട്ടക്ട്സ് പീപ്പിൾ. ഇവിടെ ഹീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഹീറോസിനെയാണ് പറയുന്നത് അല്ലേ? ഒന്നിലധികം എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ പ്രൊട്ടക്ട്സ് എന്ന് പറയില്ല അല്ലേ? നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ? ഹീറോസ് പ്രൊട്ടക്റ്റ് പീപ്പിൾ എന്നേ പറയാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി നോക്കൂ, ഹീറോസ് പ്രൊട്ടക്റ്റ് പീപ്പിൾ. അത് ശരിയാണോ? ആണോ? ഓപ്ഷൻ സി ഹീറോ പ്രൊട്ടക്റ്റ് പീപ്പിൾ. ഹീറോ ഒരാളേ ഉള്ളൂ അല്ലേ? ഹീറോ ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഹീറോ പ്രൊട്ടക്ട്സ് പീപ്പിൾ എന്ന് നമ്മൾ ആഡ് ചെയ്യണം. ഡി ഹീറോസ് പ്രൊട്ടക്റ്റഡ് പീപ്പിൾ നൗ. അത് കംപ്ലീറ്റ്ലി എന്താണ്? പ്രൊട്ടക്റ്റഡ് എന്ന് വരില്ല അല്ലേ? ഹീറോസ് പ്രൊട്ടക്റ്റ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? വിച്ച് ഇസ് എ കറക്റ്റ് സെൻറ്റൻസ്? ഓപ്ഷൻ ബി ഹീറോസ് പ്രൊട്ടക്റ്റ് പീപ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഐഡൻറ്റിഫൈ ദ നൗൺ ഇൻ ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾ? നൗൺ അല്ലെങ്കിൽ നെയിമിംഗ് വേർഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. ദേ ഡിസേർവ് റെസ്പെക്റ്റ്. അവരെന്ത് അർഹിക്കുന്നുണ്ട്? റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. സോ ഇതിൽ നെയിമിംഗ് വേർഡ് അല്ലെങ്കിൽ നൗൺ ഏതാണ്? ഓപ്ഷൻ എ ഡിസേർവ്, ഓപ്ഷൻ ബി ദേ, ഓപ്ഷൻ സി റെസ്പെക്റ്റ്, ഓപ്ഷൻ ഡി ഡിസേർവ് റെസ്പെക്റ്റ്. സോ വിച്ച് ഇസ് എ നൗൺ? ഓപ്ഷൻ ബി ദേ. ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഡാർക്കസ്റ്റ്. എന്താ പറഞ്ഞത്? ഡാർക്കസ്റ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ചൂസ് ചെയ്യണം. ഡാർക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇരുട്ട് നിറഞ്ഞ അല്ലേ? ഡാർക്കസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ ഡീപ്പ്, ഓപ്ഷൻ ബി ബ്രൈറ്റ്, ഓപ്ഷൻ സി നൈറ്റ്, ഓപ്ഷൻ ഡി സൈലൻറ്റ്. സോ ഇതിലേതാണ് ഡാർക്കസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് വരിക? വെരി ഈസി ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ബ്രൈറ്റ്. ഓക്കെ, fill in the blank with the correct word. They will be the dash they get the call. അല്ലേ? ആ പോത്തിലുള്ള ഒരു ലൈനാണ്. They will be the dash they get the call. അവരുണ്ടായിരിക്കും, അവർക്ക് ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ബ്ലാങ്ക് മിസ്സാണ് അല്ലേ? സോ fill in the blank with the correct word. ഓപ്ഷൻ എ but, ഓപ്ഷൻ ബി because, ഓപ്ഷൻ സി when, ഓപ്ഷൻ ഡി so. ഏതാ വരിക? they will be there but പക്ഷെയാണ് അല്ലേ? because വരോ? because കാരണം എന്തെന്നാൽ. so വരോ? so അതുകൊണ്ട് വരോ? ഇല്ല.
They will be there when they get the call. അവർക്കൊരു കോള് കിട്ടിക്കഴിഞ്ഞാൽ, അവർക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഏതാണ്? ഓപ്ഷൻ സി, വെൻ. ഓക്കെ. ഐഡൻറ്റിഫൈ ദ adjective in the phrase. ഇവിടെ ഒരു ഫ്രേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങളടുത്ത് adjective. adjective എന്ന് പറയുന്ന മറ്റൊരു പേരാണ് describing words എന്നാണ് adjectiveന്റെ മറ്റൊരു പേര്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളടുത്ത് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്? adjective അല്ലെങ്കിൽ describing words ഈ ഫ്രേസിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഫ്രേസ് ഏതാണ്? ഡാർക്കസ്റ്റ് ടൈംസ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ടൈംസ്, ഓപ്ഷൻ ബി ഡാർക്കസ്റ്റ്, ഓപ്ഷൻ സി ഡാർക്ക്, ഓപ്ഷൻ ഡി ടൈം. ഇതിൽ ആ ടൈം, ആ ഒരു സമയം എങ്ങനെയുള്ളതാണെന്ന് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ്, ആ ടൈംസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വേർഡ് ഏതാണ്? ഓപ്ഷൻ ബി ഡാർക്കസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡാർക്കസ്റ്റ് ആണ് ഈ ഒരു ഫ്രേസിലെ അഡ്ജക്റ്റീവ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 13. റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് എ കറക്റ്റ് സെൻറ്റൻസ്. അപ്പം ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ട് അതിനെ എന്താക്കി മാറ്റണം? ഒരു കറക്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ആദ്യം അതിൽ എഴുതേണ്ടത്, നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ അതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിലെ സബ്ജക്റ്റിനെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് വേർബാണ്. ആൻഡ് ദ ലാസ്റ്റ് ഒബ്ജക്റ്റ്. ലാസ്റ്റ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതേണ്ടത്. ഇത് മൂന്നും കൂടി വരുമ്പോഴേ അതൊരു കറക്റ്റ് സെൻറ്റൻസ് ആയി മാറുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ബി, വിൽ, ഹീറോ, എ, നിയർ. ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയാം. ആദ്യം നമ്മൾ സബ്ജക്റ്റിനെയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഹീറോ ആണ് അല്ലേ? അപ്പം ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. ഓപ്ഷൻ എ ഹീറോ വിൽ ബി നിയർ. ഓപ്ഷൻ ബി ഹീറോ നിയർ വിൽ ബി എ. ഓപ്ഷൻ സി വിൽ എ ഹീറോ ബി നിയർ. ഓപ്ഷൻ ഡി നിയർ വിൽ ഹീറോ ബി എ. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സബ്ജക്റ്റിനെയാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹീറോ ആണ് അല്ലേ? ഒരു ഹീറോയാണ് അല്ലേ? അപ്പോൾ എന്താ വരിക? എ ഹീറോ. ഓക്കെ. വേർബ് എന്താണ് വരിക? വേർബ് വിൽ ബി. എ ഹീറോ വിൽ ബി. ഒബ്ജക്റ്റ് നിയർ. അപ്പം സെൻറ്റൻസ്, കറക്റ്റ് സെൻറ്റൻസ് ഏതാണ് വരിക? എ ഹീറോ വിൽ ബി നിയർ. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ഫോം. അതായത് ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻ ഫോം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദേ ഹെൽപ്പ് യു ഇൻ ഡിഫിക്കൾട്ട് ടൈംസ്. അവർ നമ്മളെ എന്തിൽ സഹായിക്കും? ഡിഫിക്കൾട്ട് ടൈംസിൽ സഹായിക്കും. അവർ നമ്മളെ എന്തിൽ സഹായിക്കും? നമ്മളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള, നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കും. അപ്പം ഇതിന് എന്ത് ചോദ്യമാണ് ചോദിക്കുക? ഇതിന് കറക്റ്റ് ക്വസ്റ്റ്യൻ ഫോം എന്താ വരിക? ഓക്കെ. ഓപ്ഷൻ എ ഡിഡ് ദേ ഹെൽപ്പ് യു. ബി ഡു ദേ ഹെൽപ്പ് യു. ഓപ്ഷൻ സി ഡസ് ദേ ഹെൽപ്പ് യു. ഓപ്ഷൻ ഡി ആർ ദേ ഹെൽപ്പ് യു. ഓക്കെ. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഡിഡ് ദേ ഹെൽപ്പ് യു. ഡിഡ് വരില്ല അല്ലേ? ഡിഡ് ദേ ഹെൽപ്പ് യു എന്നുള്ളത് വരുമോ? ഇല്ല. ഡു ദേ ഹെൽപ്പ് യു. ഡു. ഇവിടെ ദേ ആയതുകൊണ്ട് തന്നെ, ഒന്നിലധികം ആളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡു അല്ലേ? അപ്പം ഡു ദേ ഹെൽപ്പ് യു. ഇതാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഡസ് വരുമോ? ഒരാളാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡസ് ഉപയോഗിക്കുക. ആർ ദേ ഹെൽപ്പ് യു, അത് സെൻറ്റൻസ് എന്താണ്? തെറ്റാണ് അല്ലേ? അപ്പം ഇത് രണ്ടും അല്ല, സിയും ഡിയും അല്ല. വിച്ച് ഇസ് ആൻസർ? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡു ദേ ഹെൽപ്പ് യു. ക്വസ്റ്റ്യൻ നമ്പർ 15. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം. ഹീറോ. ഹീറോ എന്നുള്ളത് ഒരാളാണ് അല്ലേ? സിംഗുലർ ആണ്. അപ്പം അതിൻ്റെ പ്ലൂറൽ ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ ഹീറോസ്, ഓപ്ഷൻ ബി ഹീറോസ്, ഓപ്ഷൻ സി ഹീറോസ്, ഓപ്ഷൻ ഡി ഹീറോയിസ് അല്ലേ? അപ്പോൾ അതിൽ കറക്റ്റ് പ്ലൂറൽ ഫോം ഏതാണ്? ഓപ്ഷൻ ബി ഹീറോസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. Who are called everyday heroes in the poem?
അപ്പം ഈ പോയത്തിൽ ആരാണ് എവ്രിഡേ ഹീറോസ് എന്ന് പറയുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഫേമസ് പീപ്പിൾ, ഓപ്ഷൻ ബി സോൾജേഴ്സ് ഓൺലി. ഓപ്ഷൻ എ ഫേമസ്, അതായത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാവരും അറിയുന്ന ഒരാൾ, ഭയങ്കര പ്രശസ്തനായ ഒരാൾ. ഓപ്ഷൻ ബി സോൾജേഴ്സ്. ഓപ്ഷൻ സി പീപ്പിൾ ഹു പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ സേവിക്കുന്ന ആൾക്കാരെ. ഡി സ്റ്റോറി ക്യാരക്ടേഴ്സ്, കഥകളിലെ ക്യാരക്ടേഴ്സ് എന്നുള്ള കഥാപാത്രങ്ങൾ. ഇതിൽ ആരാണ് എവ്രിഡേ ഹീറോസ് എന്ന് പറയുന്നത്? സോൾജേഴ്സ് ഓൺലി, അത് പട്ടാളക്കാർ മാത്രമാണോ എന്നാണ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോൾജേഴ്സ് ഓൺലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേതാണ് എവ്രിഡേ ഹീറോസ്? ഹു ആർ കോൾഡ് എവ്രിഡേ ഹീറോസ് ഇൻ ദ പോം? ഓപ്ഷൻ സി പീപ്പിൾ ഹു പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. പീപ്പിൾ ഹു പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. ഓക്കെ. Question number 17. You might see them in uniform. What does uniform mean here? You might see them in uniform. നിങ്ങൾക്ക് അവരെ എന്തിൽ കാണാം? യൂണിഫോമിൽ കാണാം. ഇവിടെ യൂണിഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ സെയിം കളർ ഡ്രസ്, ഒരേ കളറിലുള്ള ഡ്രസ്. സ്കൂൾ ഡ്രസ്, സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്. സ്പെഷ്യൽ ഡ്രസ് വോൺ ഫോർ ഡ്യൂട്ടി, അതായത് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇടുന്ന ഒരു സ്പെഷ്യൽ ഡ്രസ്സിനെയാണ് യൂണിഫോം എന്ന് പറയാം. ദി പാർട്ടി ഡ്രസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി സ്പെഷ്യൽ ഡ്രസ് വോൺ ഫോർ ഡ്യൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ട് വിൽ ദേ ഡു വെൻ ദേ ഗെറ്റ് ദ കോൾ? വാട്ട് വിൽ ദേ ഡു വെൻ ദേ ഗെറ്റ് ദ കോൾ? അവർക്ക് ഒരു കോൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? ഓപ്ഷൻ എ ഗോ ഹോം, വീട്ടിലേക്ക് പോവും. ഓപ്ഷൻ ബി കം ടു ഹെൽപ്പ്, നമ്മളെ സഹായിക്കാൻ വരും. ഓപ്ഷൻ സി ടേക്ക് റെസ്റ്റ്, വിശ്രമിക്കും. ഓപ്ഷൻ ഡി കോൾ അതേഴ്സ്, മറ്റുള്ളവരെ വിളിക്കും. എന്താ ചെയ്യുക? ഓപ്ഷൻ ബി കം ടു ഹെൽപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ക്വാളിറ്റി ഓഫ് ഹീറോസ് ഇസ് മെൻഷൻഡ് ഇൻ ദ പോം? ഈ ഹീറോസിൻ്റെ എന്ത് ക്വാളിറ്റിയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻ എ പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം, അല്ലേ? ഓപ്ഷൻ ബി ഫിയർ, പേടി. ഓപ്ഷൻ സി ഡിവോഷൻ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസമർപ്പണം, അവരെ തന്നെ അതിലേക്ക് സമർപ്പിക്കാം. ഓപ്ഷൻ ഡി ആങ്കർ, ദേഷ്യം. ഏത് ക്വാളിറ്റിയാണ് ഹീറോസിൻ്റെ ഏത് ക്വാളിറ്റിയാണ് നമ്മൾ ഈ ഒരു കവിതയിൽ കണ്ടിട്ടുള്ളത്? ഓപ്ഷൻ സി ഡിവോഷൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 20. പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് മീൻസ്. പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് മീൻസ്, പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക. സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സേവനം ചെയ്യുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉണ്ടോ? എന്തെങ്കിലും? നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. ഈ പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ടു ഫൈറ്റ് ആൻഡ് വിൻ, എന്ത് ചെയ്യുക? അടിച്ചിട്ട് അടി കൂടിയിട്ട് എന്ത് ചെയ്യുക? ജയിക്കാം. ഓപ്ഷൻ ബി ടു ഹെൽപ്പ് ആൻഡ് കെയർ ഫോർ പീപ്പിൾ, ആൾക്കാരെ എന്ത് ചെയ്യുക? സഹായിക്കുക, കെയർ ചെയ്യുക. ഓപ്ഷൻ സി ടു റൂൾ പീപ്പിൾ, ആൾക്കാരെ ഭരിക്കുക. ടു ട്രാവൽ, യാത്ര ചെയ്യുക. അപ്പോൾ ഏതാണ് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു ഹെൽപ്പ് ആൻഡ് കെയർ ഫോർ പീപ്പിൾ. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ആർ ഓൾസോ കോൾഡ് ഹീറോസ് ഇൻ ദ പോം? അപ്പം ഇതിൽ ആരെയോ ഒരാളെയും കൂടെ നമ്മൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പോയത്തിൽ. ആരാണ് അവർ? ഓപ്ഷൻ എ ബേർഡ്സ്, പക്ഷികളാണോ? ഓപ്ഷൻ ബി വർക്കിംഗ് ഡോഗ്സ്. ഓപ്ഷൻ സി പെറ്റ്സ്. ഓപ്ഷൻ ഡി വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ, അല്ലേ? ആരെയാണ്? വിച്ച് ആർ ഓൾസോ കോൾഡ് ഹീറോസ് ഇൻ ദ പോം? ഓപ്ഷൻ ബി വർക്കിംഗ് ഡോഗ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. വീണ്ടും കറക്റ്റ് സെൻറ്റൻസ് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറോസ് ഹെൽപ്സ് പീപ്പിൾ, ശരിയാണോ? ഹീറോസ് ഹെൽപ്സ് പീപ്പിൾ, ശരിയാണോ? അല്ല, അല്ലേ? ഓപ്ഷൻ ബി ഹീറോസ് ഹെൽപ്പ് പീപ്പിൾ. ഓപ്ഷൻ സി ഹീറോസ് ഹെൽപ്പിംഗ് പീപ്പിൾ. ഓപ്ഷൻ ഡി ഹീറോസ് ഹെൽപ്ഡ് പീപ്പിൾ. ഹീറോസ് ഹെൽപ്ഡ് പീപ്പിൾ. ഇതിൽ ഏതാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം? ഏതാണ്? ഹീറോസ് ഹെൽപ്പ് പീപ്പിൾ.
കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? ഹീറോസ്. ഹീറോസ് എന്ന് പറയുമ്പം ഒന്നിലധികം ആളെ എസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എസ് വരുന്ന സമയത്ത് നമ്മൾ വേർബ് എന്താണ്? ഹെൽപ്പ്. ഹെൽപ്സ്. ഫസ്റ്റിലെ പോലെ എസ് ആഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ? ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് നമ്മൾ എഴുതാൻ പാടുള്ളൂ വേർബ്. ഓക്കെ, അപ്പോൾ ഹീറോസ് ഹെൽപ്പ് പീപ്പിൾ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23. ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇതിലൊരാൾ എന്താണ്? ബന്ധമില്ലാത്ത ഒരാളുണ്ട്, അയാൾ എന്ത് ചെയ്യണം? ഓഡ് വൺ ഔട്ട്, പുറത്തേക്ക് അയാളെ കണ്ടെത്തണം. ഓപ്ഷൻ എ പ്രൊട്ടക്റ്റ്, ഓപ്ഷൻ ബി സെർവ്, ഓപ്ഷൻ സി ഹെൽപ്പ്, ഓപ്ഷൻ ഡി ഫിയർ. ഇതിൽ ആരാണ് ഓഡ് വൺ? പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കാം. സെർവ്, ഓപ്ഷൻ ബി സെർവ്, സേവിക്കാം, സേവനം ചെയ്യാം. ഓപ്ഷൻ സി ഹെൽപ്പ്, സഹായിക്കാം. ഓപ്ഷൻ ഡി ഫിയർ, പേടി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 24. ദേ വിൽ ബി നിയർ മീൻസ് എന്താണ്? ദേ വിൽ ബി നിയർ, അവരടുത്തുണ്ടാകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കൂ. നോ ദാറ്റ് ഇഫ് യു നീഡ് ദം എ ഹീറോ വിൽ ബി നിയർ. നിങ്ങൾ അവരെ അറിയിക്കുക, നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അറിയിക്കുക, ഒരു ഹീറോ നിങ്ങളുടെ അടുത്തുണ്ടാവും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ദേ ആർ ഫാർ അവേ, അവർ ദൂരെയാണ്. ഓപ്ഷൻ ബി ദേ ആർ ക്ലോസ് ടു ഹെൽപ്പ്, അവർ അടുത്ത് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഓപ്ഷൻ സി ദേ ആർ ഹൈഡിങ്, അവർ ഒളിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ ഡി ദേ ആർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയാണ്. ഏതാണ്? ദേ വിൽ ബി നിയർ മീൻസ് ദേ ആർ ക്ലോസ് ടു ഹെൽപ്പ്, അവർ നമ്മളെ സഹായിക്കാനാണ്, നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് വേർഡ് ഫ്രം ദ പോം മീൻസ് ബ്രേവ് ഹെൽപ്പേഴ്സ്? ഈ ഒരു പോയത്തിൽ നിന്ന് വിച്ച് വേർഡ് മീൻസ് ബ്രേവ് ഹെൽപ്പേഴ്സ്? ബ്രേവ് ഹെൽപ്പേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് വേർഡ്സ് ആണ്? വിച്ച് വേർഡ് ഫ്രം ദ പോയം മീൻസ് ബ്രേവ് ഹെൽപ്പേഴ്സ്? ആരാണ്? ധീരരായ സഹായികൾ. ആരാണ്? ഓപ്ഷൻ എ ഹീറോസ്, ഓപ്ഷൻ ബി ഫിയർ, ഓപ്ഷൻ സി ഡാർക്ക്, ഓപ്ഷൻ ഡി കോൾഡ്. ഏതാണ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹു ആർ കോൾഡ് ബ്രേവ് ഹെൽപ്പേഴ്സ്? ഓപ്ഷൻ എ ഹീറോസ്. സോ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എവറിഡേ ഹീറോസ് എന്ന പാഠഭാഗവുമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ബാക്കി യൂണിറ്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.